ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ സുഖമാണല്ലോ അല്ലേ? കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾ ആദ്യം ഓർത്തേക്കാം. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ റെക്കോർഡിംഗ് ആയിരുന്നു. ദൈവത്തിന്റെ കരുണയാലും കൃപയാലും നിങ്ങളുടെ പ്രാർത്ഥന അത് പൂർത്തിയാക്കാൻ സാധിച്ചു. പ്രത്യേകം നന്ദി കേട്ടോ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. നാളെ മുതൽ അട്ടപ്പാടി സഹിയോനിൽ വൈദികർ ധ്യാനം ആരംഭിക്കുകയാണ്. ഇനി ആരെങ്കിലും അച്ഛന്മാർ വരാണെങ്കിൽ പ്രത്യേകം സ്വാഗതം. വൈകുന്നേരം തുടങ്ങും കേട്ടോ. ഇന്ന് നമുക്ക് അഭിഷേകത്തിക്ക് വേണ്ടിയിട്ട് അങ്ങ് പ്രാർത്ഥിക്കാം. നാളത്തെ അഭിഷേകം കൂടിയേക്കണം. വിഷയം ഇതാണ്, ഞെരുക്കത്തിൽ എന്ത് ചെയ്യണം. അതാണ് നമ്മുടെ നാളത്തെ വിഷയം കേട്ടോ. നാളത്തെ അഭിഷേകത്തിക്ക് വേണ്ടി നന്മ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ബ്ലെസ് ചെയ്യുന്നത് ഈ മാസം ബർത്ത്ഡേ, ഫീസ്റ്റ് അല്ലെങ്കിൽ വിവാഹ വാർഷികം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേക ഒരു ദൈവാനുഗ്രഹം കേട്ടോ ബ്ലെസ്സിങ് തരാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്, ഇത് കുഞ്ഞു ടോക്കിൻ്റെ റോമ 12:16 വിഷയത്തിൻ്റെ തലക്കെട്ട്. തലക്കെട്ട് ഇതാണ്, ഒന്ന് താഴേക്ക് ഇറങ്ങിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ചിലപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ എന്നെ മുകളിലേക്ക് ഇറങ്ങി, എൻ്റെ കൊച്ചെ നീ എങ്ങും താഴേക്ക് ഇറങ്ങി മമ്മി പറയണ കേക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ അതിനെ വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ അന്യോന്യം പരസ്പരം യോജിപ്പോടെ വർത്തിക്കുവിൻ, ഔദത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പറയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഒരു കുടുംബമാണെങ്കിൽ എല്ലാ അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കന്മാരും സഹോദരങ്ങളൊക്കെ തമ്മിൽ നല്ലൊരു യോജിപ്പ്. ഒരു ഗവൺമെൻറ്റാണ്, കമ്മ്യൂണിറ്റി നല്ല യോജിപ്പ്. ഒരു ഇടവകയാണെന്നുണ്ടെങ്കിൽ 10 ഗ്രൂപ്പല്ല, നല്ല യോജിപ്പ്. അതുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ ഒന്ന് വർത്തിക്കുക. എന്നിട്ട് പറയുന്നതാണ്, അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്നറിയാമോ, ഈ നിങ്ങൾ ഔദത്യം വെടിയണം. അതാണ് പറയുന്നത്, നിങ്ങൾ ഔദത്യം വെടിഞ്ഞ്, അതാണ് ആദ്യം വിട്ടുപോയി, ഔദത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു പ്രത്യേക ഭാവത്തിരിക്കുക. നമ്മൾ പിടിക്കുന്ന മുയലിന് അത്ര കൊമ്പെന്ന് പറഞ്ഞ പോലെ തന്നെ ചില കാര്യം. അപ്പോൾ അതൊന്ന് വിട്ടിട്ട് ഒന്ന് താഴേക്ക് ഇറങ്ങിക്കൂടെ. നമ്മളൊന്ന് എളിയവരുടെ തലത്തേക്ക് ഒന്ന് ഇറങ്ങി വന്നാൽ പകുതി പ്രശ്നം തീരും. ശരിയല്ലേ? നമ്മൾ ഇറങ്ങാൻ കൂട്ടാക്കിയാൽ പിന്നെന്ത് ചെയ്യും? ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് അധികം താമസിയാതെ വിധിയെക്കുറിച്ച് ഒരു എപ്പിസോഡ് വരും. അപ്പോൾ അത് ആവശ്യം വരും. അതല്ല, നമുക്ക് യോജിപ്പുണ്ടാകാൻ വേണ്ടി നമ്മളിപ്പോൾ ഒന്ന് താഴേക്ക് ഇറങ്ങിയാൽ ഇപ്പം എന്നാ പോണത്? സ്വർഗത്തിൽ നമ്മൾ മുകളിലോട്ട് കയറും. ഹല്ലേലൂയ. അതന്നെ എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കുക. ഈ വചനം നിങ്ങൾ ചുമ്മാ ഒരു 10 പ്രാവശ്യം വചനം എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞു നോക്കിയേ, പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ വ്യത്യാസം വരും. എൻ്റെ സഹോദരങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവേ, ഔദത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരും. നമ്മൾ കുടുംബത്തിലാണെങ്കിൽ തമ്മിൽ ഭാര്യയും ഭർത്താവും സംസാരിക്കും, ഒന്നൊന്ന് വിട്ടുകൊടുത്താൽ മതി അല്ലേ. ആ എളിയവരുടെ തലയ്ക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി, ഒന്ന് താഴേക്ക് ഇറങ്ങിയാൽ മതി, പ്രശ്നം തീരും. ഹല്ലേലൂയ. അപ്പോൾ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതല്ല, ഒരു വചനത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊന്ന് വിട്ടുകൊടുത്ത്, നമ്മളൊന്ന് താന്നു കൊടുത്ത്, നമ്മളൊന്ന് ഇറങ്ങി കൊടുത്താൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ മനസ്സിലാക്കണം, ഒരു വചനമാണ് വിജയിക്കുന്നത്. വചനത്തെ ആര് വിജയിപ്പിക്കുന്നോ അവൻ അനുഗ്രഹം പ്രാപിക്കും. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു വചനം പരിശീലിച്ചോ ആ വചനത്തിലൂടെ നിലനിന്ന ഒരു സമയം കൊണ്ട് ഒരു അനുഗ്രഹം വരാതിരിക്കില്ല. ഇതാണ് ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടുകയും ചെയ്യും അല്ലേ. നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഈ സമൂഹത്തിൻ്റെ മേൽ അങ്ങയുടെ കരുണ ഈ ആശീർവാദ സമയത്ത് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ നല്ല ഭക്തിയോടെ ശ്രദ്ധയോടെ കുർബാനയെ സംബന്ധിക്കാൻ, സംസാരിക്കാൻ, കുർബാന സ്വീകരിക്കാനൊക്കെ അനേകം മനസ്സിലൊരു തോന്നൽ വരട്ടെ. എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കൃപ നിങ്ങളെല്ലാവരും മേലും ജ്വലിക്കട്ടെ. നാളത്തെ അഭിഷേകാന്തി കൂടാൻ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവെ. ഇപ്പോൾ ദൈവമേ, പ്രത്യേകിച്ച് ഈ മാസം ബർത്ത്ഡേ, ഫീസ്റ്റ്, അതേപോലെ തന്നെ വിവാഹ വാർഷികം, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആഘോഷിക്കുന്ന എല്ലാവരും പ്രത്യേകം ബ്ലെസ് ചെയ്യാണ്. ആയുസ് വർദ്ധിക്കട്ടെ, ആരോഗ്യം വർദ്ധിക്കട്ടെ, കൃപ വർദ്ധിക്കട്ടെ, ദൈവഭക്തി വർദ്ധിക്കട്ടെ, ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.